ഒരാൾ വീട്ടിൽ നിന്ന് 12 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്തു, പിന്നീട് 7 കിലോമീറ്റർ കിഴക്കോട്ട് യാത്ര ചെയ്തു, പിന്നീട് 4 കിലോമീറ്റർ വലത്തോട്ട് യാത്ര ചെയ്തു, പിന്നീട് 7 കിലോമീറ്റർ വലത്തോട്ട് യാത്ര ചെയ്തു. ഇപ്പോൾ വീട്ടിൽ നിന്ന് അയാളുടെ സ്ഥാനം എവിടെയാണ്? ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. ഇതാണ് പുറപ്പെട്ട സ്ഥാനം എന്ന് സങ്കല്പിക്കുക. 12 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്തു. അപ്പം തെക്ക് ഈ ദിശയിലാണ്. 12 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്തു. പിന്നീട് 7 കിലോമീറ്റർ കിഴക്കോട്ട്, ഇവിടുന്ന് 7 കിലോമീറ്റർ കിഴക്കോട്ട് യാത്ര ചെയ്തു. അപ്പോൾ ഓന്ന് പുറപ്പെട്ട് എയിലെത്തി, എന്ന് ബിയിലെത്തി, കിഴക്കോട്ട് യാത്ര ചെയ്തു. പിന്നീട് 4 കിലോമീറ്റർ വലത്തോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് മുമ്പ് വലത്തേക്ക് എന്ന് പറയുമ്പോൾ താഴേക്ക് വരും 4 കിലോമീറ്റർ, അപ്പോൾ സിയിലെത്തി. പിന്നീട് 7 കിലോമീറ്റർ വലത്തോട്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വലത്തോട്ട് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് വരും, ഇങ്ങോട്ട് 7 കിലോമീറ്റർ യാത്ര ചെയ്തു, അയാൾ ഡിയിലെത്തി. ചോദ്യം, ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനം അയാൾ പുറപ്പെട്ട സ്ഥാനത്ത് നിന്ന് എത്ര അകലെയാണ്, ഏത് ദിക്കിലാണ്? അപ്പം ഈ അകലം കാണാൻ നമുക്ക് ഈ അകലം അറിയാം, അതിൻ്റെ കൂടെ ഈ അകലം കൂടി കണ്ട് കൂട്ടിയാൽ മതി. ഇത് ഒരു ചതുരാകൃതിയാണ്. കാരണം ഈ വിപരീത വശങ്ങൾ തുല്യമാണ്, എതിർവശങ്ങൾ തുല്യമാണ്. അപ്പോൾ ഈ എതിർവശങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ ഇത് 7 7 തുല്യമായതുകൊണ്ട് ഇവിടെ 4 വന്നാൽ ഇവിടെയും 4 ആയിരിക്കും, 4 കിലോമീറ്റർ. അപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥാനത്ത് എത്ര ദൂരത്തെ വെച്ചാൽ നമുക്ക് ഈ 12ഉം ഈ 4ഉം കൂട്ടിയാൽ മതി. 12 + 4 16 കിലോമീറ്റർ ആണ്, അകലെയാണ് അയാൾ. ഏത് ദിക്കിലാണ്? പുറപ്പെട്ട സ്ഥാനം ഇവിടെയാണ്, ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്, അതായത് തെക്ക് ഭാഗത്താണ്. അപ്പോൾ അയാൾ പുറപ്പെട്ട ഭാഗത്ത് നിന്ന് 16 കിലോമീറ്റർ തെക്ക് ദിശയിലായിട്ടാണ് ഇപ്പോൾ അയാളുടെ സ്ഥാനം.